ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഫിഷ് മാർക്കറ്റിൽ പോകുന്നൊരു വീഡിയോ ആണ്. ഇത് ഇന്നെടുത്ത വീഡിയോ അല്ല, ഇത് കുറച്ച് നാൾക്ക് മുമ്പ് എടുത്തതാണ്. ഞങ്ങൾ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ്. ഇത് അങ്ങോട്ട് പോകുന്നതിൻ്റെ അവിടെയുള്ളൊരു വഴിയാണ്. ഇവിടുത്തെ ഫിഷ് മാർക്കറ്റൊക്കെ എന്ന് വെച്ചാൽ ഒരു ലുലു മാളിൽ പോയിട്ട് നമ്മൾ സാധനം എടുക്കുന്ന പോലെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റൊക്കെ. അവർ നമുക്ക് അതിൻ്റെ ഇതെല്ലാം ക്ലീൻ ആക്കി എല്ലാം തരും, വെട്ടിയും തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലീൻ എല്ലാം ആക്കി തരും നമുക്ക്. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ ഫിഷിനും ഓരോ ഇതിനും ഓരോ സ്റ്റോളായിട്ടുണ്ട്. അവരിത് ക്ലീനൊക്കെ ആക്കി തരും നമുക്ക്. ഇത് ഫിഷ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ഒരു ഇതുണ്ടായിരുന്നു, സീ ആണ്. അപ്പോൾ അവിടെ കുറേ ബോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, ബോട്ട്സും ഷിപ്സ് അതൊക്കെ മറ്റേ നമ്മൾ സിനിമയിലൊക്കെ കാണിച്ചില്ല, ഇങ്ങനെ ഇതിന് പോകുമ്പോൾ കാണിക്കുന്ന പോലത്തെ ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഷിപ്പാന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു ബോട്ട്സ് ഉണ്ടായിരുന്നു. അവിടെ കുറേ ഫിഷ് കുഞ്ഞുണ്ടായിരുന്നു, ഇങ്ങനെ കോർണറായിട്ട്. ഞാനും അപ്പം അയാളുടെ അവിടെ കുറച്ചേരം നിന്നു. അമ്മയുണ്ടായിരുന്നു. ഞാനിവിടെ കുറച്ച് ഐസൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കട്ട മറ്റേ ഇങ്ങനെ വലിയ ബ്ലോക്ക് വീഡിയോയിലുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, ഇല്ലെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വലിയ ബ്ലോക്ക് ഇതുവരെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ആ കാണുന്ന ബോട്ടിൽ അവർ മീൻ പിടിക്കുമല്ല, അവർ വേസ്റ്റ് എല്ലാം എടുത്ത് കളയുകയാണ്. എന്നിട്ട് അവിടെ വേസ്റ്റ് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഫിഷൊക്കെ ഉള്ളതല്ലേ, അപ്പം അത് അവർ കഴിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് കളയുകയാണ്. അവിടെ കാണുന്നത് വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഇതാണ് നമ്മൾ മുമ്പേ കണ്ട ബോട്ട്. അതിപ്പോഴും ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുക, വേസ്റ്റ്. ആ ഇതിൽ കാണുന്ന അത്രയും അവർ എടുത്ത വേസ്റ്റായിരുന്നു ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കണ്ടത്. ഇനി ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് പോവാണ്. അതിൻ്റെ വെളിയിലായിട്ട് അൽ കൂത്ത് എഴുതിയിട്ടുണ്ട്. അൽ കൂത്ത് കുവൈറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ നെയിമാണ്. കുവൈറ്റാണ് ഇപ്പോൾ കറണ്ട് നെയിം. ഹിസ്റ്റോറിക്കൽ നെയിം അൽ കൂത്ത് എന്നായിരുന്നു കുവൈറ്റിൻ്റെ. അപ്പോൾ ഇതാണ് അകത്തോട്ടുള്ള. ഇത് കണ്ട ഒരു ഫിഷ് മാർക്കറ്റാണെന്ന് പറയുമോ? നല്ല ക്ലീനായിട്ടാണ് അവരെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പം ഇതുണ്ട് സൂപ്പർ മാർക്കറ്റ് പോലെ, പക്ഷെ അല്ല, അത് സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ ഇടയിൽ സൈഡ് അവർ കുഞ്ഞു സ്റ്റാൾ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. അപ്പം ഈ കാണുന്നതൊക്കെ അതിന് ഓരോ മീനിൻ്റെ സ്റ്റോളാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓരോ ആൾക്കാരും ഉണ്ട്. അവിടെ കുറേ ഉണ്ട്, കണ്ടില്ലേ? ഇതെല്ലാം അവർ അപ്പം പോയിട്ട് കടലിൽ നിന്ന് ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ്. കുറേ മീനുണ്ട്. ഇങ്ങനത്തെ സ്റ്റോളുകളിലാണ് അവർ മീൻ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെട്ടി മീനെല്ലാം വലിയൊരു ഏരിയ ആണ്. ഓ മറ്റേ മീന് ആ കാലിൽ ഇതിൻ്റെ മുട്ടയാണ് മുട്ട. ഇത് എനിക്കറിഞ്ഞൂടാ. അവിടെ കുറേ പൂച്ച ഉണ്ടായിരുന്നു. കുറേന്ന് വെച്ചാൽ 2-3 എണ്ണം ആ ഡോറിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ചില കുറവ് തോന്നുന്നു മീനിൻ്റെ മണം അടിച്ച് വന്നതാണ്.
കുഞ്ഞതും വലിയതും എല്ലാം ഉണ്ടായിരുന്നു. അത് വലിയൊരു മീൻ അവിടെ ഇരിക്കുന്നു. അതെ, വലിയൊരു മീൻ. അത് വെട്ടിക്കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൻ്റെ വെളിയിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മുമ്പ് നിന്ന, പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. ഇവിടെ നിന്നാൽ നമുക്ക് ഇതെല്ലാം നല്ല അടുത്ത് വെച്ച് കാണാം, ബോട്ട്സൊക്കെ. ഇവിടെ ഇവിടെ കണ്ട കാണുന്ന കുറേ കുഞ്ഞു മീൻ, ഞാൻ പറഞ്ഞില്ല, അതാണ് കാണുന്ന മീൻ, മറ്റേ കുഞ്ഞു കുഞ്ഞു മീൻ. ഞാനിവിടെ കുറേ കണ്ടായിരുന്നു മീനിനെ. അപ്പം ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ താറാവിനെ പോലത്തെ ഒരു സാധനത്തെ കണ്ടായിരുന്നു. എന്താ എനിക്ക് അറിഞ്ഞൂടെ, എന്താ അങ്ങനെ പറയാ, ഒരു പേരുണ്ട്. ഒരു താറാവ് പോലെ ഇരിക്കും. അത് മറ്റേ മീനെ പിടിക്കുന്ന വെള്ളത്തിലൊരു സാധനം ഉണ്ടല്ലോ, എന്തോ എനിക്ക് അറിഞ്ഞൂടെ, പേര് ഓർമ്മയില്ല. അതെ, ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ കോർണറിൽ കിടക്കുന്ന മീൻ. ഇത് കുറേ ഉണ്ട്, കണ്ടോ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ മീൻ. ഞങ്ങളിനി ഞങ്ങളുടെ കാറിൻ്റെ അടുത്തോട്ട് പോവാണ്. ഇവിടെ ഇങ്ങനത്തെ നമുക്ക് പോകാനായിട്ട് കുറേ വണ്ടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കാണുന്ന പോലത്തെ 2 സീറ്റുള്ള, അതിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എവിടെയൊക്കെ ചുറ്റി കാണിക്കും. അങ്ങനെ ചുറ്റി കാണിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാണിക്കും. ഈ എയർപോർട്ടിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ. അപ്പടെ കൈ കാണുന്ന കവറിലുള്ള അത്ര മീൻ ഞങ്ങൾ മേടിച്ച. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കാറിലെടുത്തെത്തി. എന്നിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ കാത്തിരിക്കുക. ബൈ.